കഴിഞ്ഞ ദിവസത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധി മലങ്കര സഭ കേസിൽ നിർണായക വഴിത്തിരിവ് ആണ് എന്ന വിധത്തിൽ പലരും അതിനെ സ്വീകരിക്കുകയും വലിയ ചലനങ്ങൾ ഈ ഇലക്ഷൻ കാലഘട്ടമായിട്ട് പോലും മാധ്യമങ്ങളിലും വലിയൊരിടം ആ വാർത്തയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്? 2017 ജൂലൈ 3 KS വർഗീസ് കേസിൽ സുപ്രീം കോടതി നടത്തിയ വിധി മലങ്കരയിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല. ദൂരവ്യാപകമായി നിലനിൽക്കുന്ന വലിയ ആഘാതമാണ് മലങ്കരയിലെ സഭാഗാത്രത്തിനും പൊതു മനസാക്ഷിക്കും ആ വിധി ഏൽപ്പിച്ചത്. സുപ്രീം കോടതി വിധിയുടെ മറവിൽ പോലീസിനെ ഉപയോഗിച്ച് നരനായാട്ട് തന്നെ നടത്തി 62 പള്ളികൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പുരാതന സഭാ വിഭാഗമായ യാക്കോബായക്കാരിൽ നിന്ന് അടർത്തി മാറ്റി. അതിലേറ്റവും ദയനീയമായ കാര്യം, ഇവർ ഈ പള്ളി പിടിച്ചെടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അവർക്ക് അതിനേക്കാൾ ആധുനികവും മനോഹരവും വിശാലവുമായ ആരാധനാ ഇടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പള്ളികളിൽ നിന്ന് ഇറക്കിവിടപ്പെട്ട യാക്കോബായക്കാർ ആരാധനയ്ക്ക് ഒരിടമില്ലാതെ അലഞ്ഞു തിരിയുന്ന കാഴ്ചയെ ഒരു പരിഹാസ ചിത്രമായി അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഉത്ഭുതരായ കേരള ജനതയും കേരളത്തിന്റെ പൊതു മനസാക്ഷിയും അത്തരത്തിലുള്ള പരിഹാസ പരിശ്രമങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് പുറന്തള്ളിയപ്പോൾ കേരള സമൂഹത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്നത് ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പൊതു ഇടങ്ങളിലും സഭാതലങ്ങളിലും എക്യുമെനിക്കൽ വേദികളിലും എന്തിന് രാഷ്ട്രീയ പരിസരങ്ങളിൽ പോലും അസ്പൃശ്യരായോ അധമരായോ അവരെക്കാൾ ഹീനരായോ ഇവർ എണ്ണപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേവലം ഒരു കൊള്ളസംഘത്തിന്റെയോ ഒരു മാഫിയ കിങ്ങിന്റെ പരിവേഷമോ ഒക്കെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തലവന് വന്നു ചേർന്നത്. സ്വാഭാവികമാണ് അത് ക്രിസ്തീയതയ്ക്ക് നിരക്കാത്ത, ക്രിസ്തീയതയ്ക്ക് എന്ന് പറയത്തില്ല, മാനവികതയ്ക്ക് പോലും ഒരു മനുഷ്യനാവുക ആദ്യം. ഒരു മനുഷ്യനേക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനമാണ് ഒരു ക്രിസ്ത്യാനി എന്ന് വിവക്ഷിക്കുന്നത്. ഇവരൊക്കെ ഒരു മനുഷ്യർ പോലുമല്ല, ഒരു മനുഷ്യന്റെ കേവല മിനിമം നിലവാരം പോലും ഇവർ പുലർത്തുന്നില്ല എന്ന് മാധ്യമങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ഒരുപോലെ പറഞ്ഞു. തങ്ങൾക്ക് ഈ വിധി 995 അടിസ്ഥാനപരമായ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നത്. 995 വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉപവിധി മാത്രമാണ് 2017. പലപ്പോഴും 2017 വിധിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ ഫണ്ടമെന്റൽ വിധി 995 ഈ 995 സുപ്രീം കോടതി വിധി തങ്ങൾക്ക് അനുകൂലമായി നേടിക്കൊടുത്ത ഫാലിയസ് നരിമാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ പ്രശസ്തനായ അഭിഭാഷകൻ കേസ് വിജയിച്ചതിന് ശേഷമുള്ള വിക്ടറി പാർട്ടിയിൽ വെച്ച് ആ കേസിന്റെ നടത്തിപ്പ് ഫാലിയസ് നരിമാനെ പോലെയുള്ള ഒരു ഫേം ഏറ്റെടുത്തത്, അത്ര പ്രഗത്ഭമായ ആ അറ്റോർണി ഫേം ആ കേസ് ഏറ്റെടുത്തത് മലയാള മനോരമയുടെയും MRFന്റെയും സ്വാധീനത്താലാണ്. കാരണം അവരുടെ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. ആ സോളിസിറ്റർ ഫേം ആ ഒരു ബന്ധത്തിലാണ് ഈ കേസ് എടുത്തത്. അതുകൊണ്ട് ആ വിക്ടറി പാർട്ടിയിൽ വെച്ച് മലയാള മനോരമ ചീഫ് എഡിറ്റർ ആയിരുന്ന KM മാത്യുവിനോട് പറഞ്ഞു, ഈ വിധി വളഞ്ഞ വഴികളിലൂടെയാണ് സമ്പാദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് നീതിയെ അട്ടിമറിച്ച ഒരു വിധിയാണ് എന്ന അർത്ഥത്തിലാണ് ഫാലിയസ് നരിമാൻ പറഞ്ഞത്. അതുകൊണ്ട് ഔദാര്യം കാണിക്കുക, ആവോളം മനുഷ്യത്വം കാണിക്കുക എന്ന് ഈ വക്കീൽ തന്നോട് പറഞ്ഞു എന്ന് KM മാത്യു തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവനായ മലയാളിയല്ലാത്ത ആ അഭിഭാഷകന് പോലും യാക്കോബായക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് തോന്നിയെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു അൽമായ നേതാവ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലും വലിയൊരു സാക്ഷ്യപത്രം വേണ്ട. യാക്കോബായ വിഭാഗത്തിന് നീതി നിഷേധിക്കപ്പെട്ടു,
നിയമം നടപ്പിലായെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ. ഇനി ഇന്നലെ ഹൈക്കോടതി വിധി വന്നപ്പോൾ പല ആളുകളും അമിതമായി സന്തോഷിക്കുകയും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധിയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാനുള്ള ഒരു ഘടകവും ഇന്നലത്തെ വിധിയിലില്ല. ഞാൻ കുറച്ചു മുമ്പ് ഒരാളോട് ചോദിച്ചു, നമ്മൾ ഈ വിധിയെ പറ്റി പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് വിധിയെ നിരീക്ഷിക്കണോ അതോ ഗ്യാസ് ലൈറ്റ് അടിക്കുകയാണോ? അപ്പോൾ നിഷ്പക്ഷമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. യാക്കോബായ വിഭാഗത്തിന് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടി, ശ്വാസം വിടാൻ ഒരു ഇടവേള കിട്ടി എന്നുള്ളതാണ് ഈ വിധിയുടെ ഒന്നാമത്തെ ഒരു പോയിന്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്, ഇനിയും ഒരു 100 കൊല്ലം കൂടെ വ്യവഹാരം തുടരാനുള്ള എല്ലാ ചരടുകളും ഈ വിധിക്കകത്തിട്ടിട്ടുണ്ട്. വ്യവഹാരം തുടരുവാൻ ആ മനോഭാവം തന്നെ നമ്മൾ വെച്ചു പുലർത്തുകയാണെങ്കിൽ അടുത്ത 100 വർഷത്തേക്ക് കൂടെ സുന്ദരമായി സുലഭമായി കേസുകൾ നടത്താനുള്ള വഹ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്യവഹാര താല്പര്യം എന്ന് പറയുന്നത് ഒരു മനോരോഗമാണ്. കേരളത്തിലെ പഴയ കാലത്തെ പല തറവാടുകളും നശിച്ചു പോയത് വ്യവഹാരങ്ങളിൽപ്പെട്ടാണ്. ചില പഴയ നാടകങ്ങളിലും ചില സിനിമകളിലും അങ്ങനെ കാണാൻ ചില കാരണവന്മാര് വ്യവഹാരത്തിൽ കുടുങ്ങിപ്പോകുന്നതും വ്യവഹാരം നടത്തി വാർദ്ധക്യത്തിലെത്തിയിട്ടും വിധി കിട്ടാതെ കോടതിയുടെ വരാതിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതും ഒക്കെ ഒരുപാട് കഥകളിലും സിനിമകളിലും നാടകങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. ഈ വ്യഭിചാര താല്പര്യത്തെക്കാൾ തീവ്രമായ ഒരു താല്പര്യമാണ്, ഒരു അഡിക്ഷനാണ് വ്യവഹാര താല്പര്യം. പല താല്പര്യങ്ങളാണ് മനുഷ്യർക്കുണ്ടാകുന്നത്. വിഷയ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാര താല്പര്യങ്ങൾ, പണസമ്പാദന വ്യഗ്രത, അതുപോലെ മദ്യപാന ആസക്തി പോലെയും വ്യഭിചാര ആസക്തി പോലെയും പണസമ്പാദന വ്യഗ്രത പോലെയും അധികാരക്കൊതി പോലെയും ഇതൊക്കെ പല അഡിക്ഷൻസ് ആണ്. പവർ ഈസ് ആൻ അഡിക്ഷൻ. അപ്പൊ അതുപോലെയുള്ള ഒരു അഡിക്ഷനാണ് വ്യവഹാര താല്പര്യം. ചില ആളുകൾക്ക് അങ്ങ് ആവേശമാണ്. വ്യവഹാരങ്ങൾ പഠിക്കുക, പഴയ മുൻ കേസുകൾ പഠിക്കുക, ഇനിയുള്ള കേസുകൾക്ക് വേണ്ടി ആവേശപൂർവ്വം കാത്തിരിക്കുക, കോടതി വിധികളിൽ അഭിരമിക്കുക, അത് നടപ്പാക്കാൻ നോക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അപരനെ ഞെരുക്കുക. ഇതിൽ നിന്നൊക്കെ വളരെ സാഡിസ്റ്റിക് പ്ലഷർ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മലങ്കര സഭയിൽ ഇരുപക്ഷത്തും വ്യവഹാര തൽപരരായ ആളുകൾ ഉണ്ട്. വ്യവഹാര തൽപരരായ ആളുകൾ ഒരിക്കലും ഈ വ്യവഹാരത്തിലൂടെ ഇനി തുടർന്നുള്ള കോടതി വ്യവഹാരങ്ങളിലൂടെയും ഒരിക്കലും മലങ്കര സഭയിൽ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ ആമുഖം പറഞ്ഞ് നീട്ടുന്നില്ല. ഇന്നലത്തെ ഈ കോടതി വിധി നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഒബ്റ്റെയിൻ എ കോപ്പി, ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് യുവർ, നിങ്ങളത് എടുത്തിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഇതാണ് ഈ കോടതി വിധിയുടെ ഒരു സംക്ഷിപ്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് പേജ് നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ പേജ് നമ്പറുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 54 തൊട്ട് 68 വരെ, 68 മുതൽ 112 വരെ, 112 മുതൽ 122 വരെ, 122 മുതൽ 126 വരെ, അങ്ങനെ ഓരോ പേജുകളിലും എന്താണ് അതിന്റെ കണ്ടന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ നോക്കുക. അതിൽ നിങ്ങൾക്ക് താല്പര്യം വരുന്ന ഒന്ന് ഈ കേസ് കേസിന്റെ, അതായത് 2017 കേസിന്റെ വിധി എന്താണെന്നാണ് 68 മുതൽ 112 വരെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മാത്യൂസ് മാർ കൂറിലോസ് കേസിലെ ആണ് 122 വരെ. നിങ്ങൾക്കൊരു താല്പര്യം വരുന്ന ഇ എന്ന് പറയുന്ന സെക്ഷൻ ആയിരിക്കും. വാട്ട് ഈസ് ദ ട്രൂ ഇമ്പോർട്ട് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ലേ ഡൗൺ ഓർ ഇഷ്യൂസ് ഡിറ്റർമൈൻഡ് ബൈ ദ അപെക്സ് കോർട്ട് ഇൻ കേസ് വർഗീസ് മാത്യൂസ് മാർ കൂറിലോസ് ആൻഡ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. ഇത് 126 മുതൽ 193 വരെ. അപ്പൊ നിങ്ങൾ ഇത് കേസ് ഇത് വിധി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന വിഷയങ്ങൾ, അതായത് കെ എസ് വർഗീസ്, മാത്യൂസ് മാർ കൂറിലോസ്, സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് എന്നീ കേസുകളിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ച തത്വങ്ങളുടെയോ ആ തീരുമാനമെടുത്ത വിഷയങ്ങളുടെയോ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് എന്ന ഒരു വിശദീകരണം, അതായത് ഒരു കേസിനെ സംബന്ധിച്ച്, കേസിന്റെ വിധിയെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം. പലപ്പോഴും കോടതിയുടെ വിധി വരുമ്പോൾ ആ വിധി വ്യാഖ്യാനിക്കണം. ആ വിധി വ്യാഖ്യാനിച്ചതിൽ പോലീസിനും ഗവൺമെന്റിനും എക്സിക്യൂട്ടീവിനും പെശക് പറ്റുമോ, ഇതൊക്കെയാണ് ഈ പേജുകളിൽ ചർച്ച ചെയ്യുന്നത്. 126 മുതൽ ഞാൻ വീണ്ടും പറയാണ്, ഈ കോടതി വിധി നിങ്ങൾക്ക് സൗജന്യമായും വ്യാപകമായും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒബ്റ്റെയിൻ എ കോപ്പി, ഗോ ത്രൂ ഇറ്റ്. അപ്പൊ 126 മുതൽ വായിച്ചാൽ മതി, നിങ്ങൾക്ക് ഏറെക്കുറെ എന്താണ് ഈ ഹൈക്കോടതി പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, യാക്കോബായ വിഭാഗത്തിന് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ അതിനകത്തുണ്ട് എന്നതുകൊണ്ട് അമിതമായി ആഹ്ലാദിക്കാനോ ഒന്നും ഇല്ല. എന്നാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിനും അതുപോലെ തന്നെ ഇത്രനാള് തങ്ങൾ മേന്മ നടിച്ചിരുന്ന ആ വിധി
അത്ര മേന്മയുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾ അവതരിപ്പിച്ച രീതിയിലുള്ള തിളക്കം ഈ പൊന്നിനില്ല എന്നും ഈ വിധിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഒരു സുപ്രധാന ഘട്ടം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എം ഒ ജോൺ അച്ഛനാന്ന് തോന്നുന്നു, ഏതോ ഒരു അച്ഛൻ പറഞ്ഞായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ എം ഒ ജോൺ അച്ഛനാണ് എന്ന് തോന്നുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അപ്പൊ ഇനിയും വ്യവഹാരം തുടരണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സന്ദർഭമാണ്. ശരിക്കും നിങ്ങൾ ഇത് വായിച്ചാൽ ഇതൊരു ശരിക്കും ഒരു ഭീഷണിയാണ്. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുകയാണ്. മലങ്കര സഭയുടെ ഭാവി അശാന്തിയുടേതും കാർമേഘപൂരിതവുമാണെന്ന് വ്യക്തമാക്കുന്നൊരു നിരീക്ഷണമാണ്. കോടതികളിലൂടെ നിയമവഴികളിലൂടെ ഇനിയും സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതും ഒരിക്കലും കൂട്ടിമുട്ടാൻ കഴിയാത്തതും ഒരിക്കലും അഴിക്കാൻ കഴിയാത്തതുമായ ഒരു വ്യവഹാര സമസ്യ അല്ലെങ്കിൽ ഒരു വ്യവഹാര ശൃംഖല തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കുടത്തിനുള്ളിലെ ഭൂതം എന്ന് പറയുന്നത് പോലെ ഇതുവരെ കണ്ടതൊക്കെ നിസാരം, ഇനി അതിനേക്കാൾ വലുത് എന്നുള്ള വിധത്തിലാണ് വരുന്നത്. വ്യവഹാര പരമ്പര തന്നെ ഇനി ഉണ്ടാകാനുള്ള വഴി തുറന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ കോടതി അങ്ങനെ ചിന്തിക്കുന്ന തെറ്റാണ്. ഈ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഊർജവും ഉന്മേഷവും വ്യായാമവും വരുമാനവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. എന്ന് പറഞ്ഞാൽ കോടതികളൊന്നും തീർപ്പാക്കുന്നില്ല. പുതിയ വ്യവഹാര പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഈ ഫ്ലാഗ് ഓഫ് ചെയ്ത് വിടുന്ന പോലെ ആണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ. ഇവിടെയാണ് വിവേകം ഉപയോഗിക്കേണ്ടത്. ഈ കേസുകളെ അവസാനിപ്പിക്കുവാൻ, സഭയിൽ സമാധാനം ഉണ്ടാക്കുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് തീരുമാനിക്കേണ്ടത്. യാക്കോബായ വിഭാഗത്തിന് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് 0% ആണ്. കാരണം പന്ത് അവരുടെ കോർട്ടിലാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് വേണമെങ്കിൽ ഈ വ്യവഹാര പരമ്പരകൾ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ശാഠ്യവും പിടിവാശിയും തുടർന്ന് മലങ്കര സഭയിൽ അശാന്തിയുടെ ദിനങ്ങൾ തുടരുവാൻ നിങ്ങൾക്ക് വഴിയൊരുക്കാം. ഇതിലേത് വേണമെന്ന് ഞാൻ വീണ്ടും പറയാണ്, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ പന്ത് അവരുടെ കോർട്ടിലാണ് വന്നിട്ടുള്ളത്. ഇത് കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഇനി ഈ കേസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരിക്കലും സ്വതന്ത്രമായി നിലനിൽപ്പില്ല എന്ന് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഇവര് യാക്കോബായക്കാരെ വിട്ട് പോകാത്തത്? പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വിധിയുടെ വെളിച്ചത്തിൽ ഒരിക്കൽ കൂടെ പറയുകയാണ്. പഴയ ഒരു നാടൻ കഥയുണ്ട്. അപ്പം അല്പം അശ്ലീലം കലർന്ന, അശ്ലീലം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ അശ്ലീലം ഒന്നുമില്ല ഇന്നത്തെ കാലത്ത്, ഈ അച്ചിങ്ങ പറിക്കാൻ പോയ അണ്ണാന്റെ കഥയാണ്. അവസാനം അണ്ണാനെ ഉറുമ്പ് അസ്ഥാനത്ത് കയറി പിടിച്ചു. ഉറുമ്പിന് അണ്ണാൻ അച്ചിങ്ങ കൊടുത്തില്ലെന്നുള്ളതായിരുന്നു പരാതി. അവസാനം അണ്ണാൻ നിലവിളിച്ച് അച്ചിങ്ങ തരാം, നീ അവിടെ നിന്ന് വിട്ടാൽ മതിയെന്ന് ഉറുമ്പിനോട് പറയുകയാണ്. ഇങ്ങനെയാണ് ആ സ്റ്റോറി പോകുന്നത്. ഇവിടെ ഇപ്പോ യാക്കോബായക്കാർ 62 അച്ചിങ്ങ കൊടുത്തിട്ടും ഈ മെത്രാങ്കക്ഷി ഉറുമ്പുകൾ യാക്കോബായക്കാരെ വിടുന്നില്ല. കാരണം അവർക്ക് അതൊന്നും അല്ല വേണ്ടത്, അച്ചിങ്ങയല്ല വേണ്ടത്. ഇതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ യാക്കോബായക്കാരന്റെ സത്വവും പൈതൃകവുമാണ് ഓർത്തഡോക്സുകാർക്ക് വേണ്ടത്. പള്ളിക്കൂടവും ശവക്കോട്ടയല്ല. പള്ളിയും പള്ളിക്കൂടവും ശവക്കോട്ടയും പിടിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ യാക്കോബായക്കാരന്റെ സത്വവും പൈതൃകവും പാരമ്പര്യവുമാണ് ഓർത്തഡോക്സുകാർക്ക് വേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇന്ത്യൻ ഓർത്തഡോക്സ് പീപ്പിൾ വാണ്ട് ടു ഷെയർ ദ ലെഗസി, ദ ഐഡന്റിറ്റി ആൻഡ് ട്രഡിഷൻ ഓഫ് ജാക്കോബൈറ്റ് ചർച്ച്. ഇതല്ലെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു മെത്രാൻ പറയാൻ പറ്റും. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ അവരത് പുറത്തു പറയത്തില്ല, ജാളിത കൊണ്ടാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ജാളിത ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. ഞാനിത് നിരീക്ഷിച്ചിട്ട് ഒരിക്കലും സാമ്പത്തിക ലാഭമല്ല. ഈ പഴയ 10 അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയും കുഴിച്ചിട്ട് ഈ വെയിലടിച്ച് കിടക്കുന്ന ഈ 42 സെന്റ് സ്ഥലം സെമിത്തേരി കിട്ടിയിട്ട് ഇവർക്ക് എന്നാ ചെയ്യാനാ? അത് ലോണിന് ഈട് വെക്കാൻ പോലും കൊള്ളത്തില്ല. പിന്നെ ഈ പഴകി ഒരു നരച്ച പള്ളിക്കെട്ടം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ആ പള്ളിക്ക് പെയിന്റ് അടിക്കാനും കറണ്ട് അടയ്ക്കാനും കാശ് അങ്ങോട്ട് മുടക്കണം. ഇതൊന്നും അല്ല ഉദ്ദേശം. ഇതൊന്നുമല്ല, ഇവർ ഇതിനു വേണ്ടി അല്ല വരുന്നത്. ഇവരുടെ ഉദ്ദേശം ഇതാണ്: യാക്കോബായ സഭയുടെ സത്വം, ഐഡന്റിറ്റി. അത് അവരെ വല്ലാതെ മോഹിപ്പിക്കുന്നു, ഭ്രമിപ്പിക്കുന്നു, അവരെ വശീകരിക്കുന്നു, അവരെ ആകർഷിക്കുന്നു. അതിലാണ് അവർ ആകൃഷ്ടരായിരിക്കുന്നത്. എന്നാൽ അവർക്ക് അത് ഒരിക്കലും സമ്മതിക്കാൻ കഴിയുന്നില്ല. അവരെ അതിനെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അപ്പൊ കോടതി വിധി വളരെ വിശാലമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ കോടതി വിധി ഈ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് വായിച്ചു നോക്കാം. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ആ പട്ടികക്കകത്തൂടെ വരുന്ന പോയിന്റുകളൊക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് ഈ മുൻവിധികളുടെ ഒരു വ്യാഖ്യാനമുണ്ട്. ഈ കേസ് ഒരു കേസായിട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, 1ാം സമുദായ കേസ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള 2017 സുപ്രീം കോടതി വിധി വരെ ഒരു ശൃംഖലയായിട്ട്, ഒരു പരമ്പരയായിട്ട് തന്നെയാണ് കോടതി കാണുന്നത്. ഒരു കേസും അതിൽ തന്നെ സ്വതന്ത്രമായ കേസല്ല, മറ്റൊരു കേസുമായിട്ട് കണക്ട് ചെയ്ത് മുൻ കോടതി വിധികളെ പരാമർശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പുതിയൊരു കേസ് തുടങ്ങുക എന്നുള്ള ഒരു സംഭവമില്ല. പഴയ കേസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് അടുത്ത കേസും അതിന്റെ വാദവും അതിന്റെ വിസ്താരവും അതിന്റെ വിധികളും എല്ലാം വന്നിട്ടുള്ളത്.
അതുകൊണ്ട് അത് പഴയതാണല്ലോ എന്ന് ചിന്തിക്കേണ്ട. അതുകൊണ്ട് ഈ കേസിനെ നിങ്ങൾ ശരിയായ വിധത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്നാം സമുദായ കേസ് മുതൽ തന്നെ പഠിക്കേണ്ടി വരും. അവിടെ മുതലുള്ള പരാമർശം ഇനി ഒന്നാം സമുദായ കേസിന് മുമ്പുള്ള കേസുകളുടെയും തർക്കങ്ങളുടെയും റെഫറൻസുകളും ഈ വിധികൾക്കകത്തെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് മലങ്കര സഭയുടെ ചരിത്രം തന്നെ മൊത്തമായി ഈ കേസുമായിട്ട് ഇഴപിരിഞ്ഞാണ് കിടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വസ്തുവകകളെ സംബന്ധിക്കുന്ന കേസാണ്. വസ്തുവകകളെ സംബന്ധിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു ചതി നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ കേസ് ആദ്യമായിട്ട് വരുന്നത് വട്ടിപ്പണത്തിന്റെ പലിശ, വട്ടിപ്പണം എന്ന് പറഞ്ഞാൽ പലിശപ്പണം എന്നാണ്. അതായത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പെട്ടെന്ന് പണത്തിന് ഞെരുക്കം ഉണ്ടായി, പണത്തിന് ആവശ്യം വന്നു. അപ്പൊ അങ്ങനെ മലങ്കര മെത്രാപ്പോലീത്തായുടെ പക്കൽ നിന്ന് 3000 പൂവരാഹൻ വായ്പ മേടിക്കുകയാണ്. അതേസമയത്ത് തന്നെ കത്തോലിക്കരുടെ കയ്യിൽ നിന്നും 3000 പൂവരാഹൻ മേടിച്ചു. 6000 പൂവരാഹനാണ് കടമെടുത്തത്. അതിൽ 3000 കൊടുത്തത് സുറിയാനിക്കാരും 3000 കൊടുത്തത് കത്തോലിക്കരുമാണ്. 6000 പണം മേടിച്ചു. അവരുടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഈ 3000ന്റെ പലിശ 8% പലിശയായിരുന്നു. 240 പൊൻപണം എല്ലാ വർഷവും കിട്ടും. ഈ 240 രൂപ ആര് മേടിക്കണം എന്നുള്ളതിന് ഇവിടെ അടിയോടടിയായി. അങ്ങനെയാണ് ഈ വ്യവഹാരങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ അത് സഭയുടെ ഒരു പൊതു ഫണ്ടായിരുന്നു. അന്ന് ക്രിസ്ത്യാനിക്ക് അടുത്ത വിധത്തിൽ ഞങ്ങൾക്ക് പലിശ വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മലങ്കരയിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ സഭയുടെ പണം പലിശയ്ക്ക് കൊടുത്തു എന്നുള്ളത് ദ്രവ്യാസക്തി പാടില്ല, ദ്രവ്യാഗ്രഹം പാടില്ല. നമ്മുടെ പൂർവികർ വലിയ തിന്മയാണ് ചെയ്തത്. സഭയുടെ പൊതുഫണ്ട് പലിശയ്ക്ക് കൊടുത്തു. സഭ നശിക്കാൻ നല്ല മാർഗമാണെന്ന് സായിപ്പും കണ്ടു. അതുകൊണ്ടാണ് സായിപ്പ് പറഞ്ഞ പലിശ തരാമെന്ന്. പലിശ കൊടുത്താൽ ഇവന്മാർ പലിശയ്ക്ക് അടിച്ച് ഇവർ നശിച്ചോളും എന്ന് സായിപ്പിന് മനസ്സിലായി. പിന്നീട് സഭയുടെ പൊതു സ്വത്തുക്കളുടെ മേൽ ആ തർക്കമുണ്ടായി. പിന്നീട് സഭയുടെ പൊതു സ്വത്തുക്കൾ ആര് കൈകാര്യം ചെയ്യണം, അങ്ങനെയാണ് തർക്കവും വഴക്കും. അങ്ങനെ പൊതു സ്വത്തുക്കൾ എന്ന് പറഞ്ഞ സെമിനാരികൾ, ഇപ്പൊ കോട്ടയം പഴയ സെമിനാരി, തൃക്കുന്നത്ത് സെമിനാരി, അങ്ങനെയുള്ള പൊതുവായ കോമൺ ആയിട്ടുള്ള സ്വത്തുക്കൾ, അവിടെ ഒരിക്കലും ഇടവക പള്ളികളുടെ സ്വത്തുക്കളോ തർക്ക വിഷയമേ അല്ല. നിങ്ങൾ ഈ കേസിന്റെ നാൾ വഴികൾ പഠിച്ചു. പിന്നെ എപ്പോഴാണ് ഇടവക പള്ളികൾ ഇതിനകത്ത് കക്ഷികളായത്? ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ നമ്മുടെ പള്ളി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഗതികേടിലാണ് പല യാക്കോബാക്കാരും. ഉറങ്ങിക്കിടക്കായിരുന്നു, ഉണർന്നു വന്നപ്പോ ആ പള്ളി പോയി. ഇതെപ്പോ നമ്മൾ ഈ കേസ് നടത്തിയില്ലല്ലോ, നമുക്ക് വിധി കിട്ടിയില്ലല്ലോ. അപ്പൊ ഒരു കാരണവശാലും ഇങ്ങനെ കേസ് നടത്താത്തവരും കേസുമായിട്ട് ബന്ധമില്ലാത്തവരുമായ ആളുകളുടെ പള്ളികൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പലപ്പോഴും നിയമജ്ഞരെ പോലും, ഈ പോലീസ് ഓഫീസർമാർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ പള്ളി പോകുന്ന എങ്ങനെ. അപ്പൊ അങ്ങനെ പോലീസുകാരെയും അഭിഭാഷകരെയും പൊതുജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ അമ്പരപ്പിച്ചുകൊണ്ട് യാക്കോബാക്കാരുടെ പള്ളികൾ ഒന്നൊന്നായി ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പിടിച്ചെടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഇത് ആരാണ് കേസ് കൊടുത്തത്? എന്തായിരുന്നു ആ കേസ്? ആ കേസ് കേവലം 4 പള്ളികളെ സംബന്ധിക്കുന്ന കേസാണ്. ആ 4 പള്ളികളെ സംബന്ധിക്കുന്ന കേസ് വന്നപ്പോ അതിന് സമാന സ്വഭാവമുള്ള കേസുകളായതുകൊണ്ട് അത് മലങ്കരയിലെ മറ്റു പള്ളികൾക്കും ബാധകമാക്കാം എന്നുള്ള നിയമത്തിന്റെ ഒരു വികലമായ വ്യാഖ്യാനത്തിലൂടെയാണ് ഈ പള്ളികൾ മുഴുവൻ പിടിച്ചെടുത്തത്. ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഈ 2017 സുപ്രീം കോടതി വിധി ആ 4 പള്ളികൾക്ക് മാത്രമേ നിർബന്ധമായി ബാധകമാവുകയുള്ളൂ എന്നും മറ്റ് പള്ളികളെ അവരുടെ അസാന്നിധ്യത്തിൽ ഇത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നും ആ പള്ളികൾക്ക് സമാന സ്വഭാവവും സാഹചര്യവും നിലനിൽക്കുന്നു എങ്കിൽ തന്നെയും ആ പള്ളികളുടെ ഓരോ പള്ളികളുടെയും ഇൻഡിവിജ്വലായിട്ട് കേസ് പരിഗണിച്ചതിന് ശേഷം ഒരു നിയമ നടപടികളിലൂടെ മാത്രമേ പള്ളി പിടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ പള്ളിക്കാർക്ക് പറയാനുള്ളത് പറയാനും അവളെ അവസരം കൊടുക്കണം. അവര് ഇതിനകത്ത് കക്ഷികളല്ലായിരുന്നു, അവർക്ക് അവിടെ ഒരു സേ ഇല്ലായിരുന്നു. അപ്പോ അറിയാതിരുന്നവന്റെ പള്ളി പിടിച്ചത് ശരിയായില്ല, ആ നടപടി തെറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2, മലങ്കര മെത്രാപ്പോലീത്തായുടെ അവകാശത്തിലും നിയന്ത്രണത്തിലും അധികാരത്തിലും പൂർണ്ണമായിട്ടുള്ളത് സഭയുടെ പൊതു സ്വത്തുക്കളാണ്. ഇടവക സ്വത്തുക്കൾ ഇടവകക്കാരുടേതാണ് എന്ന ഒരു നിരീക്ഷണമാണുള്ളത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ യാക്കോബായക്കാർക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അത് വളരെ ശക്തമായ ഒരു നിരീക്ഷണമാണ്. അപ്പോൾ തന്നെ 1934 ഭരണഘടനയുടെ പ്രാധാന്യം, പ്രസക്തി, ഇത് സുപ്രീം കോടതി നിരീക്ഷിച്ചതിനെ ഈ ഹൈക്കോടതി വിധിയിൽ വീണ്ടും ആവർത്തിക്കുകയും ശരിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു കാലിൽ കുരുക്ക് തന്നെയാണ്. അതേസമയം തന്നെ ഈ സഭയുടെ സുപ്രീം ഹെഡായി അന്ത്യോക്യ പാത്രിക്കീസ് തുടരുമെന്നും അന്ത്യോക്യ പാത്രിക്കീസിന്റെ സ്ഥാനത്തിന് യാതൊരു ഭംഗവും വന്നിട്ടില്ല എന്നും വീണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് മറ്റൊരു കുരുക്കാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ഇത് പിരിഞ്ഞു പോകാൻ അനുവദിക്കാതെ വീണ്ടും സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം കലഹവും വ്യവഹാരവും തുടരുവാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിലൂടെ മാത്രമേ മലങ്കര സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പിടിവാശി തുറന്നുകൊണ്ടിരുന്നാൽ അവർക്ക് പിടിവാശി തുറന്നുകൊണ്ടിരിക്കാം എന്നല്ലാതെ
യാക്കോബായ വിഭാഗത്തിൽ നിന്ന് ഒരു പൂഞ്ഞാൻ പോലും അങ്ങോട്ട് ചേരും എന്ന് പ്രതീക്ഷിക്കേണ്ട, അതാരും വരില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോ യാക്കോബായക്കാരുടെ ഇടവക പള്ളികൾ പഴയതുപോലെ പോലീസിനെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാമെന്നും അച്ഛന്മാരെയും മെത്രാച്ചന്മാരെയും അടിച്ചോടിക്കാമെന്നും ചിന്തിക്കുന്നത് മൗഢ്യമാണ്, വ്യാമോഹമാണ്. ഇനി ദീർഘകാലം ഓരോ ഇടവക പള്ളികൾക്കും കേസുകൾക്ക് മേൽ കേസുകൾ നടത്തി ഓരോ പള്ളികളായി നടത്തിച്ച് എടുക്കാം എന്ന് ചിന്തിക്കുന്നത് അപ്രായോഗികമാണ്, കാലവിളംബം ഉണ്ടാക്കുന്നതുമാണ്. എന്നാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഈ കാതോലിക്ക ബാബ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ കാതോലിക്ക ദിനം എന്ന പേരിൽ 36 ഞായറാഴ്ച അവർ നടത്തുന്ന ആ പ്രോഗ്രാമിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത്, എത്രനാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏറ്റവും ക്രൂരമായ ഇരപിടിക്കുന്ന ജീവികളാണ് അത്രമാത്രം കാത്തിരിക്കാൻ തയ്യാറാകുന്നത്. അതുപോലെ ചെന്നായെയോ ഹൈനായെയോ ഒക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ കാത്തിരിക്കും, ഞങ്ങൾ ഇത് പിടിച്ചെടുക്കും എന്ന ഒരു സൗഹാർദ്ദത്തിന്റെയോ സാഹോദര്യത്തിന്റെയോ സമാധാനത്തിന്റെയോ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ശരീരഭാഷയോടുകൂടെ അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൈകളിലാണ് ഇപ്പോൾ ഈ ബോൾ ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ചിന്തിക്കുക, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചാൻസ് നിങ്ങൾക്കാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഇടവക പള്ളികൾക്കും ഈ വിധിക്കകത്ത് സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട്. ഇടവക പള്ളികളുടെ മേൽ മലങ്കര മെത്രാപ്പോലിത്തായ്ക്ക് നേരിട്ട് നിയന്ത്രണമില്ല, മേൽനോട്ട ചുമതല മാത്രമേ ഉള്ളൂ എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. നേരിട്ട് അധികാരമില്ല. അപ്പോൾ നമ്മുടെ വാഴൂർ പള്ളിക്കാരുടെ സ്കൂളൊക്കെ പിടിച്ചെടുത്തതും തിരുവനന്തപുരം പള്ളിക്കാരുടെ ബാവാപ്പറമ്പ് പിടിച്ചെടുത്തതും ഒക്കെ ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഇടവക പള്ളികൾക്കും വലിയ സ്വാതന്ത്ര്യവും സ്വയംഭരണ അവകാശവും ഈ വിധി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കാരണം തെറ്റായ വ്യാഖ്യാനത്തിലൂടെയാണ് നിങ്ങളെ അടിച്ചമർത്തി നിർത്തിയിരിക്കുന്നതെന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഇടവക പള്ളികൾക്കും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു സ്വാതന്ത്ര്യവും അവകാശവും സ്വയംനിർണായ അവകാശവും സ്വയം ഭരണാവകാശവും ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഈ കോടതി വിധി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയ ഏറ്റവും ഒരു പോസിറ്റീവ് ഫാക്ടർ ഈ വിധിയുടെ. കാരണം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇടവക പള്ളികൾക്കാണ് അവകാശമുള്ളത്. മലങ്കര മെത്രാപ്പോലിത്തയ്ക്ക് ഒരു മേൽനോട്ട ചുമതലയാണ് ഉള്ളത്. ഇടവകക്കാരുടെ അവകാശങ്ങൾ ഒരിക്കലും കവർന്നെടുക്കുവാൻ മലങ്കര മെത്രാപ്പോലിത്തയ്ക്ക് കഴിയില്ല. എന്നാൽ സഭയുടെ പൊതു സ്വത്തുക്കളിലാണ് അദ്ദേഹത്തിന് അവകാശമുള്ളത്. വളരെ കൃത്യമായിട്ടാണ് അത് നിരീക്ഷിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ടതായിട്ട് ഈ വിധിയുടെ സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പാത്രിയർക്കീസിന്റെ സ്ഥാനത്തെക്കുറിച്ച് പഴയ യോജിപ്പിന്റെ സമയത്തെ നിരീക്ഷണങ്ങളും ഒക്കെ ഈ വിധിക്കകത്ത് എഴുതിയിട്ടുണ്ട്. അത് വളരെ കൗതുകകരമായ നിരീക്ഷണമാണ്. ഈ സഭയിൽ പിന്നീട് വഴക്കുണ്ടാകാനുള്ള ഒരു കാരണം തന്നെ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ വ്യക്തമായിട്ടില്ല. അത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് എക്കാലത്തേക്കാൾ അധികം ഇക്കാലത്ത് വെരി റെലവന്റ് ആണ്. അതായത് കാതോലിക്കേറ്റിന്റെ ജൂറിസ്ഡിക്ഷൻ എന്താണ്, അധികാര പരിധി എന്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ സഭയുടെ നേച്ചറിനെ പറ്റി ഒരു പരാമർശം വന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കിപ്പോ ഈ സ്ക്രീനെ കാണാം. In the Catholics or the Malankara Metropolitan or the Metropolitan of the diocese concerned, as the case may be, the apex court noticed that indeed no such specific relief has been asked for in the suit and without impleading the affected parties. No declaration can be claimed by plaintiffs that their church is episcopal in nature. If that declaration means that it gives the Catholicos, Malankara Metropolitan of the diocese, any title or any control over the properties held by the parish churches. The only place in the plaint where a reference is made to the properties of the parish churches is in para 24, where all that is alleged is that the defendants and their partisans are trying to intermeddle in the affairs of individual churches and are attempting to make use of the properties of a church to further their illegal and unlawful objects. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. കാരണം on the consideration of the relevant material placed before, the division bench has held that while the Orthodox Syrian Church, including the Malankara Church, is episcopal in spiritual matters, in temporal matters, it is not episcopal. നിങ്ങൾ കാണുന്നുണ്ടോ? 154ാമത്തെ ഇതാണ്. On a consideration of the relevant material placed before it, the division bench has held that while the Orthodox Syrian Church, including the Malankara Church, is episcopal in spiritual matters, in temporal matters, it is not episcopal. It referred, in our opinion, rightly to the judgment of the Royal Court of Final Appeal of Travancore in the seminary suit where it is observed. Parties agrees that the head of the Syrian Church in this country or metropolitan should be a properly ordained bishop, and that regarding temporal affairs, acceptance of Malankara Metropolitan as such by the community is necessary. It was further held in the judgment that while the ecclesiastical supremacy of the patriarch has all along been recognized,
The authority of the patriarch never extended to government of temporalities of the church. The division bench at the same time clarified that it does not mean to hold the metropolitan has the jurisdiction over the day-to-day management of temporal affairs of parish churches. The division bench has also referred to the Mulanthuruthy Synod resolutions, which say that parish churches have a degree of autonomy with certain supervisory powers alone being vested in the managing committee of the association or Catholicos or the Malankara Metropolitan. As the case may be, the division bench has held that Malankara Church, though it has some episcopal characteristics, is not a purely episcopal church, but we are not able to agree that the individual parish churches are independent churches or churches with independent status. The parish churches are constituent parts of Malankara Church and enjoy a degree of autonomy. And the administration of the day-to-day affairs rests in the parish assembly and committee elected by the parish assembly. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഇടവക പള്ളികൾക്കുള്ള സ്വയം നിർണായ അവകാശം, സ്വയം ഭരണാവകാശം, സ്വാതന്ത്ര്യം എന്നിവ കവർന്നെടുക്കുവാനുള്ള അത്യന്തം ഹീനമായ പരിശ്രമങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഉള്ളിൽ നടന്നതും അതിന്റെ പ്രതിഷേധ സ്വരങ്ങളാണ് നമ്മൾ പുറത്തു കേട്ടത്. ഇത് വളരെ കൃത്യമാണ്. അതായത് മലങ്കര സഭയ്ക്ക് പൂർവികമായി പ്രത്യേകിച്ച് പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായുടെ മേൽനോട്ടത്തിലും അധ്യക്ഷതയിലും നടന്ന മുളന്തുരുത്തി സുന്നോദോസിന്റെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുളന്തുരുത്തി സുന്നോദോസിലൂടെ മലങ്കര സഭയിലെ അൽമായർക്ക് കിട്ടിയ അവകാശവും സ്വാതന്ത്ര്യവും അവർക്ക് കിട്ടിയ ആ അസ്തിത്വവും ഒക്കെ അപഹരിക്കുവാനും നിസാരവൽക്കരിക്കുവാനും ഉന്മൂലനം ചെയ്യുവാനുമുള്ള ഈ പൗരോഹിത്യ മേധാവിത്വത്തിന്റെ നടപടികൾ ശരിയല്ല എന്നുള്ളൊരു നിരീക്ഷണം കോടതി ഇവിടെ വെക്കുന്നുണ്ട്. പക്ഷേ ആർജവമുള്ള അൽമായർ എഴുന്നേറ്റെങ്കിൽ മാത്രമേ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ അത് പൗരോഹിത്യത്തിന് അടിയറ വയ്ക്കപ്പെട്ടു പോകും. അതാണ് ഡിഗ്രി ഓഫ് ഓട്ടോണമി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഡേ ടു ഡേ അഫയേഴ്സ്. അപ്പൊ ഇവിടെ ഇതെല്ലാം കവർ ചെയ്യപ്പെടുകയാണ്. വളരെ ക്രൂരമായിട്ട് നമ്മൾ യാക്കോബായ വിഭാഗത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിനകത്ത് ഇടവക്കാരുടെ അവകാശങ്ങൾ, അൽമാരുടെ അവകാശങ്ങൾ ഇതൊക്കെ കവർ ചെയ്യപ്പെടുന്നുണ്ട്. ഈവൻ 34 ഭരണഘടന ഉള്ളിൽ കിട്ടുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതിനകത്ത് കാതോലിക്കോസിന്റെ ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ചും പരാമർശമുണ്ട്. എന്താണ് 58 തീരുമാനം എങ്ങനെയായിരുന്നു, അപ്പൊ അവിടെയാണ് വയലേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ വയലേഷനെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ 58 തീരുമാനം അനുസരിച്ച് ഇന്ത്യയാണ് കാതോലിക്കോസിന്റെ ജൂറിസ്ഡിക്ഷൻ. ഈവൻ മിഡിൽ ഈസ്റ്റ് പോലും കാതോലിക്കോസിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുള്ള ഒരു എഗ്രിമെന്റിനെ കോടതി അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ കാതോലിക്കേറ്റ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാതോലിക്കേറ്റിന് എവിടം വരെ ഭരണസ്വാധീനമുണ്ട്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചർച്ചയാക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വാട്ട് ഈസ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദിസ് കാതോലിക്കേറ്റ്. കാരണം ഈ സുറിയാനി സഭ ഒന്നാണെന്നും സുറിയാനി സഭയുടെ അവിഭാജ്യ ഘടകമാണ് ഈ മലങ്കര സഭയെന്നും അതിനെ വിഭജിക്കാൻ സാധ്യമല്ലെന്നും പാത്രിയാർക്കീസ് അതിന്റെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സുപ്രീം ഹെഡാണെന്നും ഒക്കെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് സയാമീസ് ഇരട്ടകൾ പോലെയാണ്. അതുകൊണ്ടാണ് കോടതി വ്യവഹാരങ്ങളിലൂടെയോ നിയമ നടപടികളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാൻ ഒരു കാരണവശാലും സാധിക്കില്ല. കാരണം ഇതിനെ ഈ രീതിയിൽ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ യാക്കോബായക്കാർ ഇനി എത്ര ശ്രമിച്ചാലും ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്കും എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി? രണ്ടു കൂട്ടർക്കും പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്ത പല ഘടകങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യൻ ഓർത്തഡോക്സുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭരണഘടനയിൽ നിന്ന് പാത്രിയർക്കീസിന്റെ പേര് മാറ്റൂ. ചത്ത പോലെ കിടക്കാണ്, അവർ ലിസൺ ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും പറയണം, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ വ്യക്തികളും ഓരോ പട്ടക്കാരും മേൽപ്പട്ടക്കാരും ശ്രദ്ധിക്കുക. ഈ സഭ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലുള്ള സഭയാണ്. ആ സഭയുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചും കൂദാശകൾ കൈക്കൊണ്ടും കടന്നുപോയ പൂർവ പിതാക്കളുടെ രക്തവും പ്രാർത്ഥനയും കണ്ണീരും വേർപ്പും അധ്വാന ഫലവും ഒക്കെയാണ് ഈ മലങ്കര സഭയുടെ ടെമ്പറൽ മാറ്റേഴ്സ്, ഭൗതിക സ്വത്തുക്കൾ, പള്ളികൾ, പള്ളിക്കൂടങ്ങൾ, സെമിത്തേരികൾ. ഇതൊന്നാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് തന്നെയാണ്. ദിസ് ചർച്ച് ആസ് എ ഹോൾ ബിലോങ് ടു ദ ത്രോൺ ഓഫ് ആന്റിയോക്ക്. അത് യാതൊരു സംശയവുമില്ല. അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായി നിങ്ങൾക്ക് വേറൊരു സഭ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പൊ യാക്കോബായക്കാർക്കും അത് തന്നെയാണ് പ്രശ്നം. ഈ സഭ ഒരു ബോഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ദർ ഇസ് ഓൺലി വൺ ബോഡി. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. വീണ്ടും അത് റീഅഫേം ചെയ്തു വന്നിരിക്കുകയാണ്.
അപ്പോൾ തന്നെ ഇടവക്കാരുടേതാണ് ഇടവ പള്ളികളും സ്വത്തുക്കളും എന്ന് നിരീക്ഷിച്ചിരിക്കുക. എന്നതുകൊണ്ട് ഇടവ പള്ളികൾക്ക് സ്വതന്ത്രമായി ഇഷ്ടമുള്ള വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ചർച്ചസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ബട്ട് ദേ ആർ ഇന്റർഡിപെൻഡന്റ്. അപ്പോൾ മലങ്കര സഭ എന്തല്ല, ഒരു പരിധി വരെ അപ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് എപ്പിസ്കോപ്പൽ ഇൻ നേച്ചർ എന്നാ പറഞ്ഞു. എന്താണത്? ഒരളവ് വരെ ഇത് എപ്പിസ്കോപ്പലാണ്. അപ്പൊ എന്താണ് ഈ എപ്പിസ്കോപ്പൽ എന്ന് ഒന്ന് ഞാൻ പറയാം. എപ്പിസ്കോപ്പൽ നേച്ചർ, എപ്പിസ്കോപ്പൽ എന്ന് പറഞ്ഞാൽ ബിഷപ്പിന്റെ ഭരണം. അപ്പൊ നിങ്ങൾ ഇത് വായിക്കും, എപ്പിസ്കോപ്പൽ അല്ല. അപ്പൊ ബിഷപ്പിന്റെ ഭരണത്തിൽ ഇരിക്കുന്ന സഭയെയാണ് എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറയുന്നത്. സഭകൾ 3 ഉണ്ട്. എപ്പിസ്കോപ്പൽ സഭകളുണ്ട്, പ്രസ്ബിറ്റേറിയൻ സഭകളുണ്ട്, കോൺഗ്രിഗേഷണൽ സഭകളുണ്ട്. മനസ്സിലായോ? എപ്പിസ്കോപ്പൽ ചർച്ചസ് ആർ ദെയർ, Presbyterian churches are there, congregational churches are there. What is an episcopal church means? എല്ലാ അർത്ഥത്തിലും ബിഷപ്പാണ് ഭരിക്കുന്നത്. കത്തോലിക്ക സഭ is an episcopal church എല്ലാ അർത്ഥത്തിലും. ഓർത്തഡോക്സ് ചർച്ച് is not fully episcopal church. പ്രസ്ബിറ്റേറിയൻ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൽഡേഴ്സ് ഭരിക്കുന്നതാണ്. എൽഡേഴ്സ് ആണ്, പ്രസ്ബിറ്റേഴ്സ് ആണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് പ്രസ്ബിറ്റേറിയൻ. കോൺഗ്രിഗേഷണൽ ചർച്ച് എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസികളുടെ കോൺഗ്രിഗേഷൻ ആണ്, ആ അൽമായ സംഘം, അവിടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ട്. ഇപ്പോൾ ഒരു ഇടവകയാണെങ്കിൽ അതിന്റെ പൊതുയോഗവും മാനേജിങ് കമ്മിറ്റിയുമാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ കോൺഗ്രിഗേഷണൽ സ്വഭാവമുണ്ട് മലങ്കര സഭയ്ക്ക്. മലങ്കര സഭയുടെ കോൺഗ്രിഗേഷണൽ സ്വഭാവം അടിവരയിട്ട് ആവർത്തിച്ചുറപ്പിച്ച സുന്നോദോസാണ് മുളന്തുരുത്തി സുന്നോദോസ്. ആ മുളന്തുരുത്തി സുന്നോദോസിന്റെ 150-ാം വാർഷികമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്ന ഒരു കേവല യാദൃച്ഛികതയല്ല, അത് ചരിത്രത്തിന്റെ അപൂർവ നിയോഗമാണ്. പരിശുദ്ധനായ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ നിരന്തരം അനുസ്മരിക്കുകയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻവോക്കേഷൻ. ആത്മമണ്ഡലത്തിൽ ചലനങ്ങൾ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. മുളന്തുരുത്തി സുന്നോദോസിന്റെ 150-ാം വാർഷികം കൊണ്ടാടുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പോലും തയ്യാറാകുക. അവർ 150-ാം വാർഷികം, അതായത് 150 വർഷം മുമ്പ് മുളന്തുരുത്തിയിൽ പരിശുദ്ധനായ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ മൂറോൻ കൂദാശ ചെയ്തു. അതിന്റെ 150-ാം വാർഷികമായിട്ട് യാക്കോബായ വിഭാഗത്തെക്കാൾ കൂടുതലായിട്ട് ഈ 150-ാം വാർഷികം ആഘോഷിക്കാൻ ഉത്സാഹിച്ചു നിൽക്കുന്നത്, പടവലങ്ങ പറിക്കാനും ചാക്കിൽ കെട്ടാനും ലോറി കയറ്റാനും ഒക്കെ മാധവനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മീശമാധവനാത്ത ഡയലോഗ് പോലെ ഈ കാര്യങ്ങളിൽ മൂറോം കാച്ചാനും ആഘോഷിക്കാനും 150-ാം വാർഷികത്തിന് ഫ്ലക്സ് അടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ഇന്ത്യൻ ഓർത്തഡോക്സുകാരാണ് മുന്നിൽ നിൽക്കുന്നത്. യാക്കോബക്കാർക്ക് അനക്കമില്ല. പത്രോസ് പാത്രിയർക്കീസ് ബാവ വന്ന് മുളന്തുരുത്തി സുന്നോദോസ് നടത്തിന്റെ 150-ാം വാർഷികം ഇന്ത്യൻ ഓർത്തഡോക്സുകാർ കൊണ്ടുപിടിച്ച് ആഘോഷിക്കുകയാണ്. അത് അവരാഘോഷിക്കട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ ആ 150-ാം വാർഷികത്തിൽ മലങ്കര സഭയ്ക്ക് ഉറപ്പുവരുത്തിയ ആ സ്വയംനിർണയ അവകാശം, പ്രാതിനിധ്യ സ്വഭാവം, അൽമാരുടെ അധികാരങ്ങൾ, ഇടവപ്പള്ളികളുടെ സ്വാതന്ത്ര്യം, ഇതിനെല്ലാം ഈ 150-ാം വാർഷിക വേളയിൽ സുപ്രധാനമായ ഒരു വിധിയിലൂടെ ഹൈക്കോടതി വീണ്ടും റീഅഫേം ചെയ്തു നിരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാദൃച്ഛികതയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് 150-ാം വാർഷികമല്ലേ. മുളന്തുരുത്തി സുന്നോദോസിലൂടെയാണ് നമുക്ക് ഇത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫുള്ളി എപ്പിസ്കോപ്പൽ അല്ല ഈ ചർച്ച എന്ന് പറഞ്ഞാൽ. സഭ എന്ന് പറഞ്ഞാൽ അത് മെത്രാന്റെ ആണെന്നുള്ള ആ ചിന്ത, അത് ഇന്ത്യൻ ഓർത്തഡോക്സിൽ കത്തോലിക്ക സ്വഭാവത്തെ, കത്തോലിക്ക സഭയെ പോലെ ആക്കി മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ നടത്തുന്നത്. അത് പൗരോഹിത്യ ദുഷ്പ്രഭുത്വം എന്നാണ് പറയുന്നത്. ഈ പൗരോഹിത്യ ദുഷ്പ്രഭുത്വം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഏറെക്കുറെ അവർ അടിച്ചേൽപ്പിച്ചു. അതിനെ പൂർണ്ണമാക്കാൻ ഉള്ള പരിശ്രമത്തിനുള്ള തിരിച്ചടിയാണ് ഈ ഹൈക്കോടതി നിരീക്ഷണം. അത് ഫുള്ളി എപ്പിസ്കോപ്പൽ അല്ല. അപ്പൊ ജനങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇടവപ്പള്ളികളുടെ സ്വാതന്ത്ര്യം, ഇടവപ്പള്ളികളുടെ അവകാശം, ഇടവപ്പള്ളികളുടെ അധികാരം, ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ഭാഗത്ത് പറയുന്നുണ്ട്. അതിന്റെ അടുത്ത ഭാഗം കൂടെ വായിക്കാം. The Apex Court noticed that in para 103 of its judgment, the division bench of the High Court has held that while the Malankara Metropolitan has supervisory jurisdiction over the parish properties as provided in 1934 Constitution, it cannot be said that the administration of the parish properties vests in him. It was held that
The administration is vested in parish assemblies or parish churches. ഇതാണ് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നത്. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അവര് 1934 കോൺസ്റ്റിറ്റ്യൂഷനെ റെഫർ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റുന്ന ഒരു കുടുക്കല്ല. വ്യവഹാര പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്ന പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പെട്ടെന്ന് ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ എൻ്റെ ഒരു വിനീതമായ നിർദ്ദേശത്തിൽ ഈ സഭയുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മേശയ്ക്കിരുപുറവും ഇരുന്ന് ഇരു സഭയിലെയും ബിഷപ്പുമാര് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് വ്യവഹാരങ്ങൾ, പുതിയ വ്യവഹാരങ്ങൾക്ക് വഴി തുറക്കും എന്നുള്ളതല്ലാതെ ഇത് ഒരു കാരണവശാലും ഒരു ഒരു ശാശ്വത സമാധാനത്തിനുള്ള മാർഗം ഈ കോടതി വ്യവഹാരങ്ങളിലൂടെ വരികയില്ല എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ വ്യവഹാരങ്ങൾ തുടങ്ങിക്കൊള്ളാൻ ഉള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അതിനുള്ള മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഫ്ലാഗ് ഓഫ് ആണ് നമ്മൾ ഈ ഇതിനകത്ത് കാണുന്നത്. ജസ്റ്റ് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഞാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പോയിന്റും കൂടെ വായിക്കാം. ഇതുണ്ടോ? In Most Reverend PMA Metropolitan, the Apex Court declared that the common Samudayam properties held by the Malankara Church are vested in Malankara Metropolitan. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം. At the same time, the majority opinion expressed in the 1995 judgment was that in the suit, no declaration can be granted affecting the rights of parish churches in their absence. Nor can it be declared that the properties held by Malankara parish churches vest in the Catholicos or the Malankara Metropolitan or the Metropolitan or the diocese concerned. As the case may be, the Apex Court noticed that indeed no such specific relief has been asked for the suit and without impleading the affected parties. No declaration can be claimed by the plaintiffs that their church is episcopal in nature. If that declaration means that it gives the Catholicos of the diocese any title or to any control over the properties held by the parish churches. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, പാത്രിയാർക്കീസിന് മലങ്കര സഭയിൽ ഭൗതിക അധികാരമില്ല. ഇതാണ് ഇവർ പറയുന്നത്. പാത്രിയാർക്കീസ് ഭൗതിക അധികാരം ചോദിച്ചിട്ടുമില്ല. പാത്രിയാർക്കീസിന്റെ സ്പിരിച്വൽ സുപ്രീമസിക്ക് ഒരു കേടുമില്ല. സ്പിരിച്വൽ സുപ്രീം ഹെഡ് പാത്രിയാർക്കീസ് എന്നാണ് വീണ്ടും നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പിസ്കോപ്പൽ നേച്ചറിലാണ് പാത്രിയാർക്കീസിന് മലങ്കര സഭയുടെ സ്വത്തുക്കളിൽ നേരിട്ട് നിയന്ത്രണമില്ലാത്തതുപോലെ തന്നെ കാതോലിക്കായ്ക്ക് നിയന്ത്രണമില്ല, ഇടവ മെത്രാപ്പോലിത്തായ്ക്ക് നിയന്ത്രണമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരെല്ലാം സ്പിരിച്വൽ സൂപ്പർവൈസേഴ്സ് ആണ്. പിന്നെ ഈ വസ്തുക്കളുടെ സൂപ്പർവൈസറി ചാർജ് അവർക്കുണ്ട്. അതിനാണ് ഈ മലങ്കര മെത്രാപ്പോലിത്തൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ആ മലങ്കര മെത്രാപ്പോലിത്തായ്ക്ക് സഭയുടെ പൊതു സ്വത്തുക്കളാണുള്ളത്. ഇടവ പള്ളികളുടെ സ്വത്തുക്കൾ അപ്പോഴും ഇടവക്കാരുടേതാണെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പൊ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവകാശത്തെയും അധികാരത്തെയും ഈ ഭരണഘടനയുടെ കീഴിൽ അടിയറ വെച്ചു എന്നുള്ളതാണ് മലങ്കര ക്രൈസ്തവർ നടത്തിയ ഏറ്റവും അക്ഷന്തവ്യമായ അപരാധം. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓർത്തഡോക്സിലെ പള്ളികളൊക്കെ തന്നെ അവരെഴുതി കൊടുത്തു, അടിയറ വെച്ചു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യം. അപ്പൊ അത് തെറ്റിതിരുത്തുവാനുള്ള സമയമാണ്. അതുകൊണ്ട് വലിയൊരു വ്യവഹാര പരമ്പരയിലേക്ക് മലങ്കര സഭയെ തള്ളിവിടുന്ന ഒരു നിരീക്ഷണങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു കാരണവശാലും പാത്രിയാർക്കീസിനെ ഒഴിവാക്കിയിട്ടോ പരിശുദ്ധ സിംഹാസനത്തെ ഒഴിവാക്കിയിട്ടോ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരു സഭയായി നിലനിൽക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പാത്രിയാർക്കീസിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെയുള്ളവരുടെ ആത്മബോധമോ ഈഗോയോ ആത്മാഭിമാനമോ എന്ത് പേരിട്ട് വിളിച്ചാലും അത് സമ്മതിക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പാത്രിയാർക്കീസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്
ഇതുവരെ വിളിച്ച മുദ്രാവാക്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് 1934 എന്ന ഈവിൾ ഡോക്യുമെന്റിന്റെ കീഴിൽ കഞ്ഞിക്കുഴിയിൽ ഒരു സിംഹാസനം ഉണ്ടെന്ന് വിശ്വസിച്ച് അവിടെ നിന്ന് ആത്മീയ നൽവരങ്ങൾ പ്രവഹിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് അവർ നടത്തുന്ന കുർബാനകളിലും കൂതാശകളിലും പങ്കെടുത്ത് ആമേൻ പറയാൻ യാക്കോബായക്കാരെ കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇത് ട്രെയിൽപാളം പോലെ സമാന്തരമായിട്ട് പോകും. വീണ്ടും വ്യവഹാര പരമ്പരകൾ ഉണ്ടാകും, വീണ്ടും കലാപവും അശാന്തിയുടെ ദിവസങ്ങളുണ്ടാകും. കോടാനുകോടി രൂപ ഇരു വിഭാഗവും വീണ്ടും വ്യവഹാരത്തിന് ചെലവാക്കേണ്ടി വരും. പഴയതുപോലെ പണം, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ധാരാളം പണമുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുമാനമെങ്കിലും ഈ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയും വിഭവ ശേഷി കുറയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പഴയതുപോലെ ഈ കോളേജുകളിലെയൊക്കെ നിയമനങ്ങൾ, കോളേജുകളിലൊക്കെ തന്നെ കുട്ടികൾ കുറയുകയാണ്. പല കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കത്ത് എത്തി നിൽക്കുകയാണ് പലതും. പിന്നെ പഴയ പോലെ വിദേശത്ത് പോകുന്ന ആളുകൾ വൻതോതിൽ പണം അയക്കുന്ന സമ്പ്രദായം കുറയുകയാണ്. കാരണം പഴയ കാലത്ത് ആളുകൾ ഗൾഫിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഗൾഫിൽ പോകുന്ന ആളുകൾ കനത്ത തുക നാട്ടിലെ പള്ളികൾക്ക് സംഭാവന അയക്കുമായിരുന്നു. ഇപ്പൊ പോകുന്ന ആളുകൾ കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക, അയർലൻഡ് ഒക്കെയാ പോകുന്നത്. അവർ അവിടങ്ങളിൽ പള്ളി പണിയുന്നുണ്ട്. വിദേശത്ത് പോകുന്ന ആളുകൾ അവിടെ പള്ളിക്ക് പൈസ മുടക്കേണ്ടതുള്ളത് കൊണ്ടും വലിയ വരുമാനമൊന്നും വിദേശ മലയാളികളിൽ നിന്നും കിട്ടുന്നില്ല. ഇത് സഭയുടെ പ്രതിസന്ധിയാണ്. സഭയിൽ വൃദ്ധരുടെ എണ്ണം കൂടുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഓർത്തഡോക്സിലെ മാത്യൂസ് തൃതീയ കാതോലിക്ക ബാവ പ്രസംഗിച്ച ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നടന്ന യുവജന കൺവെൻഷൻ ഗീവറീസ് മാർ യൂലിയോസ് തിരുമേനി വലിയ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹമാണ് യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ. ഞാനത് വീഡിയോ കണ്ടപ്പോ ആ വീഡിയോ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ഒരു 85% ആളുകളും വൃദ്ധരായ ആളുകളാണ്. യുവജന മീറ്റിംഗ് ആണ്. ആ ഓഡിയൻസിൽ വന്ന 50% ആളുകൾ, ഏറ്റവും കുറഞ്ഞ 50% ആളുകൾ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അടുത്ത 5 വർഷത്തിനുള്ളിൽ മരിച്ചു പോവുകയോ ശയ്യാവലംബികളാവുകയോ അല്ലെങ്കിൽ കാര്യക്ഷമത ഇല്ലാത്തവരാവുകയോ ഒക്കെ ചെയ്യും. കാരണം അതുപോലെ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്ന ആളുകളാണ്. അവർക്കൊന്നും ഇനി അധികം നാള് ആക്റ്റീവായിട്ട് നിൽക്കാൻ കഴിയില്ല. ഇതുപോലെ മീറ്റിങ്ങിനൊന്നും ഓടി വരാൻ കഴിയില്ല. ഇതാണ് യാഥാർത്ഥ്യം. അവരുടെ സ്ഥാനത്തെ റീപ്ലേസ് ചെയ്യുവാൻ അടുത്തൊരു ജനറേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന പിള്ളേരാണോ? അപ്പൊ യങ് ജനറേഷൻ ഇല്ലെന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം മാത്രമല്ല, എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഏറ്റവും കഠിനമായിട്ട് ഈ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തെയാണ്. ഇനിയെങ്കിലും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം തിരിച്ചറിയണം, നിങ്ങളെ വാർദ്ധക്യം വല്ലാതെ ബാധിച്ചിരിക്കുന്നു, ജരാനരകൾ ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ മുത്തുക്കുട എടുക്കാനും വെഞ്ചാമരം വീശാനും മേക്കട്ട് പിടിക്കാനും ബംഗാളിയെയും ഗുജറാത്തിയെയും ഒറീസക്കാരനും ഒക്കെ വിളിച്ചത് നാട്ടുകാർ കണ്ടതാണ്. അപ്പൊ അത് എത്ര നാളാണ് പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാത്ത എന്ന് പറഞ്ഞ് ഇതൊക്കെ നടത്താൻ പറ്റുന്നത്? ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ വിഭവശേഷി കുറയും, വരുമാനം കുറയും, പഴയ പോലെ കേസ് നടത്താൻ പറ്റില്ല. പിന്നെ ചില മുതലാളിമാര് സ്പോൺസർ ചെയ്ത് ഒക്കെ നടന്നിരുന്നത് അവരുടെ യങ് ജനറേഷന് ഈ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ലാതെ വരും. പഴയതുപോലെ നിങ്ങൾക്ക് വിളിക്കാനും കോടികൾ ചാക്കി കൊണ്ടുവരാനൊന്നും ആളുകളെ കിട്ടാതെ വരും. ഇതൊരു പ്രവചനമായിട്ട് വേണേൽ എടുക്കാം, അങ്ങനെ എടുക്കണേ അങ്ങനെ എടുക്കാം, നിരീക്ഷണമായിട്ട് വേണേൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാരോടാണ് പറയുന്നത്, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഇനി ഫലിക്കുകയല്ല. അതുകൊണ്ട് സമാധാനപ്പെടുക, അടങ്ങുക, സമാധാനത്തിന്റെ വഴി തെരയുക, മരണം വരെ പോരാടും എന്നൊക്കെ മാത്യൂസ് തൃതീയ ബാവായ്ക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ വഴിയെ അന്വേഷിക്കുക. ഇപ്പോഴുള്ള പോലെ സഭയുടെ നേച്ചറിനെ നിലനിർത്തിക്കൊണ്ട് ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിനുള്ള മാർഗം അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. മറ്റൊന്ന് ഇവിടെ പറയുന്നത് കാതോലിക്കോസിന്റെ ജൂറിസ്ഡിക്ഷനാണ്. അത് ചോദ്യചിഹ്നമായിട്ട് ഈ വിധിയിൽ പരാമർശിച്ചിരിക്കുകയാണ്. എന്താണ് കാതോലിക്കോസിന്റെ ജൂറിസ്ഡിക്ഷൻ? കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ ഇരിക്കുന്ന കാതോലിക്കോസിന് ആസ്ട്രേലിയയിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? ഇറ്റ്സ് എ $1 million ക്വസ്റ്റ്യൻ. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ ഇരിക്കുന്ന കാതോലിക്കോസിന് അമേരിക്കയിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ ഇരിക്കുന്ന കാതോലിക്കോസിന് അയർലൻഡിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ ഇരിക്കുന്ന കാതോലിക്കോസിന് ഇംഗ്ലണ്ടിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ?
ഓർത്തഡോക്സ് സഭകൾ ഇൻ നേച്ചർ തദ്ദേശീയ സഭകളായിരിക്കണം. അപ്പൊ അമേരിക്കയിലെ ഓർത്തഡോക്സ് സഭ അമേരിക്കൻ ഓർത്തഡോക്സ് സഭയായിരിക്കണം. കഞ്ഞിക്കുഴിയിലിരുന്ന് നിയന്ത്രിക്കുകയോ ഭരിക്കുകയോ മേയ്ക്കുകയോ ഒന്നും വേണ്ട എന്ന് അമേരിക്കയിലുള്ളവർ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അതിനെ ഓവർ റൈഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യുവാൻ എന്ത് പോയിന്റ് ആണുള്ളത്? ഈവൻ കോടതി പോലും നിരീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യയിൽ മാത്രമാണ്. ഈവൻ മിഡിൽ ഈസ്റ്റിൽ പോലും നിങ്ങൾക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഇതല്ലേ ശരിക്കും ഒരു കലാപം ഉണ്ടായതിന്റെ കാരണം? ഗൾഫില് പുരോഹിതരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചല്ലേ അധികാര തർക്കമുണ്ടായത്? വരുമാനത്തെ ചൊല്ലിയല്ലേ ആദ്യത്തെ കലാപം ഉണ്ടായത്? ഇതെല്ലാം ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏത് വാദം ഉന്നയിച്ചോ അതേ വാദം ബൂമറാങ് പോലെ നിങ്ങളുടെ നേരെ തിരിഞ്ഞു വരാൻ പോവാണ്. സിറിയക്കാരനായ പാത്രിയർക്കീസിന് ഇന്ത്യയിലെ സഭയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ച ചോദ്യം കഞ്ഞിക്കുഴിക്കാരനായ കാതോലിക്കയ്ക്ക് കാൻഡർബറിയിൽ എന്ത് കാര്യം, കാനഡയിൽ എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ദിവസങ്ങൾ അകലെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സമാധാനപരമായ ഒരു സഹവർത്തിത്വത്തിനുള്ള മാർഗം അന്വേഷിക്കുക. സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള ഒരു മാർഗം അന്വേഷിക്കുക. ഇത് ഇരു കൂട്ടരും ഒരുമിച്ച് ചേർന്നിരുന്ന് ഇപ്പൊ പന്ത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കയ്യിലാണ്. ഇനി നിങ്ങൾ ഈ ധാർഷ്ട്യവും ധിക്കാരവും കേസുകളും തുടരാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പഴയതുപോലെ ആവില്ല എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ കോടതി വിധിയിൽ ഉള്ള ഒരു നിരീക്ഷണം, പള്ളികൾ പിടിച്ചെടുക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്നത്. ഒരാളുടെ ജീവന് അപകടം ഉണ്ടെങ്കിൽ പോലീസിനെ വിടാനാണ് വ്യക്തമായിട്ട് അതിൽ പറയും. ഇപ്പൊ കാതോലിക്ക ബാവായുടെ ജീവനും വല്ല അപകടം ഉണ്ടെങ്കിൽ പോലീസ് ചെല്ലണം, അല്ലാതെ സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയതുപോലെ പോലീസിനെ വിട്ടുകൊടുക്കാനോ യാക്കോബക്കാരന്റെ അവകാശങ്ങളെ, അതായത് ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ കൈയേറാനോ കൈവശമാക്കാനോ ഫോഴ്സ് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി പഴയ പോലെ ആവില്ല കാര്യങ്ങൾ. ഒരു ജനാധിപത്യ സർക്കാരിനും തങ്ങളുടെ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് കഞ്ഞിക്കുഴി ബാവായ്ക്ക് വിടുപണി ചെയ്യേണ്ട ഗതികേടില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് വായിച്ചല്ലോ. ഇന്ന് അവരുടെ ഒരു മെത്രാച്ചൻ പറഞ്ഞു, വിധിയെല്ലാം ഒന്ന് വായിക്കണം, വായിക്കാതെയാണ് നിങ്ങൾ തള്ളുന്നത്. മെത്രാച്ചൻ വായിച്ചോ? ചെങ്ങന്നൂരിരിക്കുന്ന മെത്രാച്ചൻ ഒരു കുറിമാനം ഇട്ടിരിക്കുകയാണ്. ചെങ്ങന്നൂരിരിക്കുന്ന മെത്രാച്ചനോട് ചോദിക്കുക, മെത്രാച്ചൻ വായിച്ചോ വിധി മുഴുവൻ? 302 പേജുണ്ട്. ഞാൻ 302 പേജ് വായിച്ചില്ല. ഈ മുമ്പ് പറഞ്ഞാൽ 112 തൊട്ട് 193 വരെയുള്ള പേജ് വായിച്ചു. അവിടെയാണ് ഈ നിരീക്ഷണങ്ങളെല്ലാം ഉള്ളത്. നിങ്ങളും അത് വായിച്ചു നോക്കാം, അത്രയും പേജ്. അപ്പൊ അതിനകത്ത് പറയുന്നത് ഈ പഴയ പോലെ പോലീസിനെ വിടാനുള്ള ബാധ്യതയൊന്നുമില്ല. അപ്പൊ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഇതാണ് ഇവര് കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയെ പോലും പ്രതി ചേർത്ത് ഇവര് കേസ് കൊടുക്കാൻ മാത്രം ഔദത്യം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കാണിച്ചു. ഞങ്ങൾക്ക് സുഗമമായി പള്ളികൾ പിടിച്ചു തരുന്നില്ല, അതുകൊണ്ട് കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കേസ് കൊടുത്തത്. തീക്കട്ടയിൽ ഉറുമ്പരിക്കുക. ഇതിനകത്ത് നാൾ വഴി തിരിഞ്ഞു വന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് അവിടെയാണ്. ചീഫ് സെക്രട്ടറിയെ പ്രതിയാക്കി. അപ്പൊ ആ കേസാണ് സർക്കാർ കക്ഷി ചേർന്നത്. കേരള സർക്കാരാണ് കപിൽ സിബിൽ വക്കീലിനെ വെച്ച് സുപ്രീം കോടതി കേസ് വാദിച്ചത്. പൊതുസമൂഹം അറിയാൻ വേണ്ടി പറയുന്നതാണ്, യാക്കോബക്കാർക്കല്ല ഈ കാര്യം അറിയാം. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് വളരെ പ്രഗത്ഭനായ കപിൽ സിബിലിനെ അവിടെ വാദിക്കാൻ വേണ്ടി ഏൽപ്പിച്ച്. കാരണം ചീഫ് സെക്രട്ടറിക്കെതിരെ കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തി എന്ന നിലയ്ക്കാണ് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഏതെങ്കിലും കേസ് ജയിച്ചെന്നോ ഏതെങ്കിലും പള്ളി തർക്കം ഉണ്ടെന്ന് വെച്ച് ആ പള്ളി പിടിച്ചെടുക്കാനും പാരിഷണേഴ്സിനെ അടിച്ചിറക്കാനും പോലീസിനെ വിട്ടുകൊടുക്കേണ്ട ഒരു ബാധ്യത ഈ സർക്കാരിനില്ല. അവിടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിലനിൽക്കുന്നില്ല, കോടതി അലക്ഷ്യം നിലനിൽക്കുന്നില്ല. ഈ പോലീസിനെ വിട്ടില്ലെന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും ജീവൻ അപകടം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ദിയസ്കോറോസ് തിരുമേനിയുടെയോ ബാബ തിരുമേനിയുടെയോ ഒക്കെ ജീവനും വല്ല ആപത്തുവാണെങ്കിൽ പോലീസിനെ വിടണമെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ആരുടെ ജീവനൊന്നും അപകടം ഇല്ലാത്തതുകൊണ്ട് പോലീസിനെ വിടത്തില്ല. ഇവിടെയാണ് യാക്കോബക്കാർക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടി എന്ന് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ സമാധാനം ഉണ്ടാക്കുക, സഹവർത്തിത്വം ഉണ്ടാക്കുക, സമാധാനപരമായ സഹവർത്തിത്വം മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാലങ്ങളായിട്ട് ഉള്ളിൽ വെച്ചിരിക്കുന്ന കാലുഷ്യങ്ങൾ ഇരു വിഭാഗവും കഴുകിക്കളഞ്ഞ് ഒന്നാകാനും കൈ കൊടുക്കാനും അല്ല ഞാൻ പറഞ്ഞത്, കേസുകൾ രാജിയാക്കി സമാധാനപരമായിട്ട്
ജീവിക്കുവാനുള്ള വഴിയൊരുക്കുക. ഇതിനുള്ള ഏറ്റവും ഉത്തമമായ അവസരമാണിത്. വീണ്ടും കേസുകളുടെ അല്ലെങ്കിൽ വ്യവഹാര പരമ്പര ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അറബി ഇതേ കയറിയ പോലെ, അറബി ട്രെഡ്മില്ലേ കയറിയ പോലെ, യൂട്യൂബിൽ അടിച്ചാൽ മതി അറബി ഓൺ ട്രെഡ്മിൽ, നിങ്ങൾക്ക് കാണാം. ഒരു അറബി ട്രെഡ്മില്ലേ കയറിയിട്ട് കോമഡി ആയിട്ടോ ഇവനത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇറങ്ങാൻ പറ്റാതെ കടന്ന് പ്രയാസപ്പെടുന്നു. അപ്പം അതുകൊണ്ട് ഇതിപ്പം ഇന്റർവൽ ടൈമാണ്, കറണ്ട് പോയിരിക്കുകയാണ്, ട്രെഡ്മില്ലൊക്കെ നിന്നിരിക്കുകയാണ്. ഈ സമയത്ത് രണ്ടു കൂട്ടർക്കും ഈ റോളർ കോസ്റ്ററിൽ നിന്ന് താഴെ ഇറങ്ങാം. വീണ്ടും ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നൂറ്റാണ്ട് നീണ്ട വ്യവഹാരത്തിന്റെ ഒരു ചെറിയ ബ്രേക്കാണ്. ഈ ബ്രേക്കിൽ നിങ്ങൾ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു വ്യവഹാര പരമ്പരയിലേക്ക് വീണ്ടും നിങ്ങൾ പ്രവേശിക്കും. നിങ്ങളെ പിന്നെ താഴെ ഇറക്കാൻ ആർക്കും കാണില്ല. അവസാനം അനിക് സ്പ്രേ എന്ന് പറഞ്ഞാൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സുറിയാനി സഭ എത്തിച്ചേരും. കാരണം ഇത് നിങ്ങളെ കൊണ്ടേ പോകൂ, നിങ്ങളെ അവസാനിപ്പിക്കും. ഞാൻ ഈ വിധിയിലൂടെ മുഴുവൻ സഞ്ചരിച്ചപ്പോൾ, ഞാൻ പറഞ്ഞ ഈ 90 പേജ് ഞാൻ വായിച്ചു. ഈ 90 പേജിലൂടെ സഞ്ചരിച്ചപ്പോൾ സുറിയാനി സഭയെ, പാരമ്പര്യത്തെ, പൈതൃകത്തെ, ആരാധനാക്രമത്തെ, എല്ലാ അവശേഷിപ്പിനെയും എല്ലാ അടയാളങ്ങളെയും പൂർണ്ണമായും തുടച്ചു കളയുവാൻ തക്ക നശീകരണ ശേഷിയുള്ള, മാരക പ്രഹരശേഷിയുള്ള ഒന്നാണ് ഈ നിരീക്ഷണം. വീണ്ടും നിങ്ങളെ അന്തമില്ലാത്ത അനന്തമായ വ്യവഹാര പരമ്പരകളിലേക്ക് തള്ളിവെച്ച് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ സ്വത്തിനെയും നിങ്ങളുടെ ഭാവിയെയും നിങ്ങളുടെ പ്രജ്ഞയെയും നിങ്ങളുടെ ചിന്താശേഷിയെയും എല്ലാം പൂർണ്ണമായി നശിപ്പിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, നിങ്ങളുടെ സന്തോഷത്തെ, സ്വതന്ത്രമായി ഒന്ന് ചിരിക്കാനോ ഒരു കുളിർക്കാറ്റിനെ ആസ്വദിക്കാനോ പോലും കഴിയാത്ത വിധത്തിൽ സമ്മർദ്ദത്തിൽ നിരന്തരം നിങ്ങളെ ആഴ്ത്തി, ഓരോരുത്തരും പിരിമുറുക്കത്തിൽ മലങ്കരയിൽ ഓരോ പിതാക്കന്മാരും ഓരോ ചുമതലക്കാരും പിരിമുറുക്കത്തിൽ മരിച്ചു വീഴുന്ന ഗതികെട്ട ദയനീയമായ ഒരവസാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു രാക്ഷസ കുറിമാനമാണ് ഈ ഹൈക്കോടതിയുടെ ഈ കുറിമാനമായിട്ട് ഞാൻ കാണുന്നത്. ഇത് നിങ്ങൾക്കുള്ള മരണച്ചീട്ടാണ്, മലങ്കര സഭയ്ക്കുള്ള മരണച്ചീട്ടാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ കീറി നിങ്ങൾ രക്ഷപ്പെടുക. മനസ്സിലായോ? ഇതിനെ ഫോളോ ചെയ്തു പോയാൽ നിങ്ങൾ നാശത്തിൽ ചെല്ലും, മരണത്തിൽ ചെല്ലും, ഇല്ലായ്മയിൽ ചെല്ലും, നിങ്ങൾ നശിച്ചു പോകും. രണ്ടു കൂട്ടരും. ഡോണ്ട് ഫോളോ ദിസ്. പൗലോസ് ശ്ലീഹ മനോഹരമായ ഒരു വാചകം എഴുതിയിട്ടുണ്ട് കൊലാസ്യ ലേഖനത്തിൽ. ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലമായിരുന്ന കയ്യെഴുത്തിനെ അവൻ കീറിക്കളഞ്ഞു. ഇനിയും ഈ മാർഗത്തിലേക്ക്, വ്യവഹാര മാർഗത്തിലേക്ക് പോകാതെ അനുതാപത്തോടെ അനുരഞ്ജനത്തിന്റെ മാർഗം തേടി പരിഹരിക്കുവാൻ പരിശ്രമിക്കുക. അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ വ്യവഹാര പരമ്പരകളിലേക്കും കഠിനമായ പിരിമുറുക്കത്തിലേക്കും പോകും. മുൻകാലങ്ങളിൽ അസമാധാനത്തിലും അശാന്തിയിലും മെത്രാച്ചന്മാർ കബറടങ്ങിയതുപോലെ ഇനിയുള്ള മെത്രാച്ചന്മാരും ഈ വിഘടനത്തിലും ഈ വിഭജനത്തിലും ഈ മത്സരത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും നീരസത്തിലും ഭിന്നതയിലും അകൽച്ചയിലും വിശുദ്ധ കുർബാന എന്ന നാടകങ്ങൾ നടത്തി പിരിമുറുക്കത്തിലും ശാപത്തിലും നിരാശയിലും നിങ്ങൾ ഓരോരുത്തരായി മരിച്ചു വീഴും. നിങ്ങൾക്ക് പിന്നാലെ വരുന്ന തലമുറയിൽ ഈ മെത്രാന്മാരാകാനൊന്നും ആളും കാണത്തില്ല. അച്ഛന്മാരാകാനുള്ളവരുടെ എണ്ണവും കുറയും. ഈ വിശ്വാസവും ഈ പാരമ്പര്യവും ഇല്ലാതെയാകും. കാരണം ക്രിസ്തുവുമായിട്ടോ ക്രിസ്തുവിന്റെ ഉപദേശമായിട്ടോ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സിലെ അച്ഛന്മാരും മെത്രാച്ചന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കോടതി വിധിയെ അനുസരിക്കണം. കോടതി വിധി അനുസരിക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ് അനുസരിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ് അനുസരിക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ഉത്സാഹവും കാണുന്നില്ല. മിശ്ര പറഞ്ഞതും വാസുദേവൻ പറഞ്ഞതും ഭട്ട് പറഞ്ഞതും ഒക്കെയാണ് അനുസരിക്കാൻ താല്പര്യവും വ്യഗ്രതയും. അതുകൊണ്ട് മിശ്ര അവിടെ നിൽക്കട്ടെ, ഭട്ട് അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞ വാസുദേവൻ അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞ ജഡ്ജിമാരുടെ വിധികളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചത് അനുസരിക്കാൻ തയ്യാറാകുക. അതനുസരിക്കാനുള്ള ജാഗ്രതയും വ്യഗ്രതയും നിങ്ങൾ കാണിക്കുക. അപ്പോൾ സമാധാനം തന്നെ വരും. മലങ്കര സഭയിൽ സമാധാനത്തിന്റെ പനിനീർ കുസുമങ്ങൾ വിരിയും, 100 പൂക്കൾ വിരിയട്ടെ എന്ന് സഖാവോ പറഞ്ഞു. എനിക്കും അതേ പറയാനുള്ളൂ. 100 പുഷ്പങ്ങൾ വിരിയട്ടെ, 100 പൂക്കൾ വിരിയട്ടെ, 1 കോടി കൊടികൾ ഉയരട്ടെ. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൊടികൾ, കുർക്കുമാ ദേറായുടെ ഭിത്തിയുടെ നിറമുള്ള കൊടികൾ ഉയരട്ടെ. സ്നേഹം വളരട്ടെ.
ഐക്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പന്ത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മത്തായി 3 കാതോലിക്ക ബാവയുടെ കോർട്ടിലാണ് കിടക്കുന്നത്. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അത് മലങ്കര സഭയുടെ ഒരു ദുരവസ്ഥയാണ്. അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വരുന്ന ആള്. ഇതാണ് സ്ഥിതി. മറ്റാർക്കും ഒന്നും ചെയ്യാനില്ല. യാക്കോബക്കാർക്ക് കിട്ടിയത് ഒരാശ്വാസം മാത്രമാണ്, ഒരിളവ് മാത്രമാണ്, ജസ്റ്റ് എ ബ്രീത്തിങ് സ്പേസ്. അത്ര മാത്രമേ ഉള്ളൂ. സോ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.